ഭാഗ്യചക്രം കറങ്ങി തുടങ്ങി. ടൈം ഫോർ മിമിക്രി കോമ്പറ്റീഷൻ. ലെറ്റ്സ് വെൽക്കം ബിപിൻ ആൻഡ് ശ്രീജിത്ത്. ഞാൻ വിപിൻ ബിപിൻ ഡിപിൻ കഴിഞ്ഞ പ്രാവശ്യം ബിപിന്നല്ലേ വിളിച്ചത് അല്ലെ? ഇപ്പോഴാണ് ഡിപിൻ ആണെന്നുള്ളത് മനസ്സിലായി. ഡിപിൻ എന്താ ചെയ്യണേ? ഡിപിൻ ഞാന് വർക്കുകളായിട്ട് എറണാകുളത്ത് പല പരിപാടിയായിട്ട് നോക്കണ്ട്. അതിന്റെ ഇടയിൽ ചെറിയ സിനിമ പരിപാടികൾ ഓഡിഷനൊക്കെ പോകുന്നു. ഓഡിഷന് പോകുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും നമുക്ക് പുതിയ എന്നിട്ട് ഗാർഡിയൻ, സൂഫി സുജാത, മാരത്തോൺ ഈ 3 സിനിമകളിൽ അഭിനയിച്ചു. വണ്ടർഫുൾ. ഇന്നാരൊക്കെയാ ലിസ്റ്റില്? ഇന്ന് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, നമ്മുടെ പഴയ മേഘനാഥൻ. ഓ സൂപ്പർ. നേരെ ശ്രീജിത്തിലോടോ. ശ്രീജിത്തെ വെൽക്കം. ശ്രീജിത്ത് എന്താ ചെയ്യണേ? ഞാൻ ഡ്രൈവറാണ്, ബസ് ഓടിക്കുകയാണ്. ബസ്സോ? ഏത്? എവിടെ? ഞാൻ കട്ടപ്പന കോട്ടയത്തിലുള്ള നീലാംബരി ബസ് ഓടിക്കുകയാണ്. സൂപ്പർ. നമുക്കൊരു ബസ് ഡ്രൈവറെ കിട്ടിയിട്ടില്ല കുറെ നാളായിട്ട്. ഹൈ റേഞ്ചിലൊക്കെ വണ്ടി ഓടിക്കാന്ന് പറയുമ്പോ പൊളിയായിരിക്കുമല്ലോ അല്ലേ? ബുദ്ധിമുട്ടാ. അപ്പൊ അതിലും എളുപ്പമുള്ള ഒരു പരിപാടി മിമിക്രി ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? നേരത്തെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ചെറുതായിട്ട് ചെയ്യുമായിരുന്നു. ആണ്. ഓക്കെ. അപ്പൊ അത് ട്രൂപ്പിലുണ്ടോ അതോ? ചെറിയൊരു ട്രൂപ്പായിട്ടുണ്ട് ഇപ്പൊ. ആണ്. എന്താ പേര് ട്രൂപ്പിന്റെ? ബാമാസ് മ്യൂസിക്കൽ ഇവന്റ്സ് എന്ന് പറഞ്ഞു. വണ്ടർഫുൾ. ഓക്കെ. ആരൊക്കെ ലിസ്റ്റില്? എന്റെ ലിസ്റ്റില് ഇന്ദ്രജിത്ത്, ജയവിജയ്മാരിൽ ജയൻ. ഓഹോ സൂപ്പർ. അപ്പൊ ഡിപെൻ സ്പിൻ. ഹലോ, നമസ്കാരം. ഞാൻ സിജു വിൽസൺ. എൻ്റെ ഏറ്റവും പുതിയ സിനിമ 19 നൂറ്റാണ്ട് തിയേറ്ററിലുണ്ട്. അപ്പോൾ ചരിത്രമാണ്, നിങ്ങൾ തന്നെയാണ് വിജയിപ്പിക്കേണ്ടത്. അപ്പോൾ വിനാൻ സാറാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പൊ ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു. അതിന്റെ കൂടെ ഒരു സ്പിൻ വേണം. ഒരു എക്സ്ട്രാ സ്പിൻ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റും കൂടി കിട്ടും. കറക്റ്റ് ആയിട്ട് പറഞ്ഞ. ഇല്ലെങ്കിൽ 2 പോയിന്റും പോകും. സ്പിന് വേണ്ട അല്ലേ? ഓക്കെ. വേണ്ട. ശ്രീജിത്തിന്റെ സ്പിന്നാണ്. സ്പിൻ ചെയ്തോ. 8. Let's open number 8. മൂങ്ങ. നീയായിരുന്നു. ഞാൻ വിചാരിച്ചത് പട്ടി ഓരിയിടുകയായിരുന്നു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? കുഴപ്പമില്ല. ഡിപെൻ. വൺ മോർ സ്പിൻ. ലാസ്റ്റ് സ്പിൻ. മൂങ്ങയുടെ 22. Let's open number 22. സുകുമാരി അമ്മ. ശ്രമിച്ചു നോക്കാം അല്ലേ? ട്രൈ. കുമാരി അമ്മയോട് നീ മാപ്പ് പറഞ്ഞായിട്ട് കണക്കാക്കിയാൽ മതി കേട്ടോ. ലാസ്റ്റ് സ്പിൻ. ശ്രീജിത്ത്. 10. Let's open number 10. കൊച്ചിനെ ട്രൈ. എന്താണ് പതി? എന്റെ പേര് നിനക്കറിയാ? പൊടി പോൻ പറഞ്ഞ ചുട്ടും കിരിക്കട ചത്തേ. ഒറിജിനലാണെന്ന് പറയില്ലടാ. അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. ഞാൻ ശ്രമിച്ചു. അതെ. അപ്പോ 2 എണ്ണവും പോയി. ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അപ്പോ ഇന്നത്തെ വിജയ് ഡിപെൻ. ഇവരുടെ 2പേരുടെ സ്റ്റാർസ് കാണുന്നതിന് മുമ്പ് ടിൻചേട്ടാ പ്ലീസ് കം. അപ്പൊ ഡിപ്പിന്റെ ഇനി ലിസ്റ്റില് 2 പേര് അല്ലെ? മേഘനാഥൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ആരാണ് ആദ്യം? മേഘനാഥൻ. ഓക്കെ. സാറിന് അറിയോ KPC ഗ്രൂപ്പ്? ആ കോൺട്രാക്ടറുടെ കൂടെ 12 കൊല്ലം ഞാൻ പണിയെടുത്ത്. അവര് വീട് പൂട്ടി പുറത്തു പോകുമ്പോ താക്കോല് എന്റെ കയ്യിൽ ഏൽപ്പിക്കാറ്. ഇന്ന് വരെ ഒരു മുട്ടുസൂചി പോലും പോയിട്ടില്ല സാറേ. പിള്ളേരാ സാറേ, ഈ സ്റ്റുഡന്റ് പോലീസൊക്കെ ഉണ്ട്. ഇനിയിപ്പൊ എന്താ ചെയ്യ? സൂപ്പർ ഡിപിൻ, സൂപ്പർ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ. സഖാവേ, ഞാൻ പഠിച്ച സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം സുഹൃത്ത് എന്നാണ്. സുഹൃത്തിനൊരാവശ്യം വന്നപ്പോ കൂടെ നിൽക്കുക എന്നുള്ളത് എന്റെ കടമയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് വർഗീയവാദികൾ കൊടികുത്തി വന്നപ്പോ കയ്യിൽ കിട്ടിയ കോലും വടിയും ഏന്തിക്കൊണ്ട് തലശ്ശേരിയിലെ ആരാധനാലയങ്ങൾക്ക് കാവൽ നിന്നിട്ടുള്ള രവിയേട്ടനെ പോലുള്ള മുതിർന്ന സഖാവിനോടുള്ള ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു വിപ്ലവം ചെറുതല്ല സഖാവ്. പണ്ടൊരു ന്യൂ ഇയർ എന്നാണ് ഞാൻ ആദ്യമായി കുമരകരി കാണുന്നത്. തീരെ ചെറുപ്പത്തില്
ആ മുമ്പിലിരിക്കുന്ന മോനെ പോലെ അന്ന് എന്റെ അപ്പൻ ഇളയപ്പനോട് പറഞ്ഞൊരു കാര്യം ഇന്നും എന്റെ കാതിലുണ്ട്. ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാത്ത, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും പ്രണയിക്കാത്ത ആരും തന്നെ കുമരംഗിരിയിൽ ഉണ്ടാവില്ല എന്ന്. കുമരംഗിരിയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ അപ്പനും ഇളയപ്പനോട് എന്നെ കൊണ്ടുവന്നത് ഈ പള്ളിക്കകത്തേക്കാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ പള്ളിക്കകത്തേക്ക് ഒരു അച്ഛനായി വന്നപ്പോൾ എന്റെ കണ്ണുകൾ അന്വേഷിച്ചത് ഇവിടെ നിധി പോലെ സൂക്ഷിച്ചിരുന്ന ആ അമൂല്യ വസ്തു ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ എന്ന്. ഉണ്ട്, അതിവിടെ തന്നെ ഉണ്ട്. കുമരംഗിരിയെ കുമരംഗിരിയാക്കിയ ഇവിടുത്തെ സംഗീതം. അടുത്ത ജയവിജയമാല ഒരു പാട്ടാണ്. അഭിനവ മോഹിനികൾ തിലമ്പളിൽ ഒരു കൊല്ലു പൂകാവലെ തിങ്കൾ നടലപാടാൻ വില്ലെടുക്കൂ സ്വാമി ഒന്നുളരൂ ദേവാ, വില്ലെടുക്കൂ സ്വാമി ഒന്നുളരൂ ദേവ, അവരുടെ ആവശ്യം അറുതിയേകാം. അഭിനവ മോഹിനികൾ തിലവളിഞ്ഞുണരുന്നു പൂങ്കവലെ തിങ്കൾ നടലപാടാ. വരികളടക്കി വിട്ടുപോയിട്ട് ആ ടോൺ പിടിച്ചങ്ങ് കൊണ്ടുപോയത്. പാട്ടുകാരനല്ലോ അത് കൊണ്ടുപോയി. അതാണ് അത് അദ്ദേഹം പാടുന്ന സ്റ്റൈലുകളൊക്കെ കൊടുത്താണ്. ഇവിടുന്ന് ത്രോട്ട് ഓപ്പൺ ആക്കി പാടുന്ന ശബ്ദം. അതെ അതെ അതെ. പിന്നെ ഈ മേഘനാഥനും വിഷ്ണു ഉണ്ണികൃഷ്ണൻ തമ്മിൽ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ അല്ലെ ശരിക്കും ശബ്ദത്തില്. അത് നിങ്ങൾ ട്യൂൺ ചെയ്തെടുക്കുന്ന നിങ്ങളുടെ ബ്രില്യൻസ് ഉണ്ട്. കാരണം ആ ശൈലി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ രണ്ടെണ്ണം ഇപ്പോ ബേസ് ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ ട്രിബിൾ ആയിട്ടുള്ളത് മാറ്റി എടുക്കുമ്പോൾ നമുക്ക് വ്യത്യാസം തോന്നി. ഇതങ്ങനെയല്ല, ചെറിയ വ്യത്യാസമുള്ളൂ അല്ലെ. മേഘനാഥിനി നേരെ വിഷ്ണുവിലോട്ട് പോവാം. സാറിന് അറിയോ KPC ഗ്രൂപ്പ് ആ കോൺട്രാക്ടറെ കൂടെ നീക്ക് എന്തിന്റെ കുട്ടിക്കാലത്തൊക്കെ മിഥുൻ എല്ലാവരും ചോദിക്കും നമ്മുടെ എന്താവണമെന്ന് ആഗ്രഹിക്കുമ്പോ ഞാൻ പറയുന്നത് ബസ്സിന്റെ ഡ്രൈവർ ആവണം. കോളേജൊക്കെ എത്തിയപ്പോ മിമിക്രിക്കാരനാണ്. എന്റെ ആഗ്രഹ സാക്ഷാത്കാരമാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെ. ഡ്രൈവറാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചത്. ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല, ശ്രമം കൂടി വേണം. ഡ്രൈവിംഗ് സൈഡിൽ ഇങ്ങനെ നടന്നിട്ട് അത് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഡ്രൈവറായിരിക്കും, ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ നമ്മുടെ ശ്രമം വേണം, നമ്മുടെ പ്രാക്ടീസും വേണം, അതെ പ്രയത്നം വേണം. നമ്മളൊക്കെ വലിയ കലാകാരനായിട്ടല്ല, നമ്മുടെ ആഗ്രഹമാണ് ഇവിടെ എത്തിച്ചത്. ഓക്കെ, അപ്പൊ അത് തുടർന്നുകൊണ്ടിരിക്കുക, ഞങ്ങൾ ഉണ്ടാവും ഇവിടെ. തീർച്ചയായും. ഓക്കെ ശ്രീത്തെ നമ്മളെ ഞെട്ടിച്ചത് ഏറ്റവും അധികം കൈയടി നമ്മുടെ ഇന്ദ്രജിത്തിനാണ്. സാധ്യം എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഒരു സിനിമയിലേക്ക് പോയി. ആ സീനിൽ ഇന്ദ്രജിത്തിന്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമുക്ക് കൈയടി. അത്രയ്ക്ക് പെർഫോമൻസ് ആയിരുന്നു അത്. നിങ്ങൾ അത് ഭയങ്കര രസമായിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും മിമിക്രി വിടണ്ട, മിമിക്രി നല്ലൊരു കൂടെ കൊണ്ടുവന്ന പാഷനായിട്ട് തന്നെ കൊണ്ടുപോകാം കേട്ടോ. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരിക. അതുപോലെ ഡിബിനെ, നിങ്ങളൊരു അസാധ്യ ആർട്ടിസ്റ്റാണ് കേട്ടോ. കാരണം വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ എന്നറിയോ, ഈ നടന്മാർക്ക് ഓരോ വെറൈറ്റി ഉണ്ടെങ്കിലും ഓരോരുത്തർ വന്ന് ചെയ്യുമ്പോൾ ഇതാണ് പെർഫെക്ഷൻ എന്ന് കാട്ടിക്കൊടുക്കുന്ന രീതിയിലാണ് അല്ലേ. ഇന്ന് മേഘട്ടനാണെങ്കിലും അതെ, നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനാണെങ്കിലും. നിങ്ങൾക്ക് ഒരുപാട് സിനിമകളൊക്കെ കിട്ടട്ടെ, പ്രാർത്ഥിക്കാം. നല്ല ഭാവിയുള്ള ഒരാളാണ്. ഒരുപാട് സന്തോഷം. അപ്പൊ ടിപ്പിനെ ഒരു സ്പിൻ ഈ ഇതിനകത്ത് അറിയാലോ, നേരെ 5 മുതൽ 10,000 വരെ ഉണ്ട്. എടുത്തോ, സ്പിൻ ചെയ്തോ. അപ്പൊ ഒരു കൂമാൻ പോയി തുടങ്ങല്ലേ. ഇതിനു സ്ലാങ് ആയിരുന്നു. ഇതിനെ 14 തിരിച്ചേട്ടാ ഒന്നും ഒരു സ്പിൻ നടത്തിക്കേ. തത്ത കോമഡി തത്ത ഉത്സവ തത്ത. 14 അത് കറക്റ്റ്. 10,000 15 14 15. അതിനകത്ത് ഏതാ വേണ്ടേ? 15. തിരിച്ചേട്ട എടുത്ത നമ്പർ. നല്ല തീരുമാനമാണ്. നല്ല തീരുമാനമാണ്. അല്ല, ശ്രീതാറിന് ഏത് നമ്പർ എടുക്കുമായിരുന്നു? 15. പറഞ്ഞോട്ടെ നമ്പർ. ഞാൻ 15 എടുക്കും. ഇവിടെ ഈ കൂടുതല് 15 സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? കൂടുതൽ ആൾക്കാരും 15 തന്നെയാണ്. 14 എത്ര പേർക്കാണ് താല്പര്യം? വെരി ഗുഡ്. അപ്പൊ നമുക്ക് 14 ഒന്ന് ഓപ്പൺ ചെയ്യാം. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 14. 10,000. 14 കൈവക്കിയ ആൾക്കാർ ആരൊക്കെയാ? അവർക്ക് വേണ്ടി ഒരു കൈ എടുത്ത ബാക്കിയുള്ളവര്. ഓക്കെ, 15. നമുക്ക് ആവശ്യപ്പെട്ട് നമുക്ക് കിട്ടും, അത് മതി. 15. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 15.
5000. ഓ അത് നേരെ പോ. ധാരാളം. അല്ല 10,000 കിട്ടണമെങ്കിൽ ഞാൻ പകുതി ഞാൻ ചോദിച്ചേനെ. അപ്പൊ നിനക്ക് കിട്ടാനുള്ള കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഓക്കെ. അത് 5000 ചേറില്ല. വേറെ വേണ്ട. പുള്ളി കിടന്ന് കണ്ണൂർക്ക് പോകാൻ ടിക്കറ്റിന് പൈസ അപ്പൊ കലക്കി അപ്പൊ കറക്റ്റ്. 5000 രൂപയാണ് വിജയിച്ചിരിക്കുന്നത്. ടിപ്പിൻ ശ്രീധ, നമുക്ക് അടുത്ത പ്രാവശ്യം തീർച്ചയായും അല്ലേ? തീർച്ചയായും. ഗംഭീര പെർഫോമൻസ് രണ്ടുപേരും ടിൻചേട്ടൻ കൈ പിടിച്ച് മുന്നോട്ട്. ടിൻചേട്ടാ, പ്രജോട്ടാ, നമ്മളിവിടെ ഒരു സ്കിറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കറിയാം അതെങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത്.